നമ്മൾ അധികം മാർക്കറ്റ് ചെയ്യുന്നത് പോക്കറ്റ് ചീർപ്പാണ്. അതിലെ ബ്രാൻഡേയും സ്പടിക എന്ന പേരിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ചീർപ്പ് അടിക്കാൻ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രാനുവൽസ് ആണ് ഉപയോഗിക്കുന്നത്. അത് റിലയൻസിൻ്റെയും ഗെയിൽ പെട്രോളിയം ലിമിറ്റഡിൻ്റെയും സബ് പ്രോഡക്റ്റായ ഗ്രാനുവൽസാണ് നമ്മൾ ഇതിന് വെർജിൻ ഉപയോഗിച്ചിട്ടാണ് ചീർപ്പ് അടിക്കുന്നത്. ഇതിലെ ഗ്രാനുവൽസിലെ മാസ്റ്റർ ബാച്ച് ഏത് കളറാണ് ഉപയോഗിക്കുന്നത് ആ മാസ്റ്റർ ബാച്ച് നമ്മൾ ആഡ് ചെയ്യണം. അത് മെഷീനിലെ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനിൽ അത് പ്രോസസ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാം. അത് മാസ്റ്റർ ബാച്ച് ഇതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കളർ ഇതിൽ വരും. അതിനൊരു 1% കളർ മിക്സ് ചെയ്തിട്ട് നമ്മളിത് മെഷീനിലേക്ക് കൊടുക്കണം. അതിൽ ആഡ് ചെയ്ത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനാണ്. ഈ സെക്ഷനിൽ ഹീറ്റർ ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ മെഷീൻ ഹീറ്റായി കഴിഞ്ഞാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് മോൾഡാണ് വെക്കുന്നത് ആ മോൾഡിൻ്റെ അനുസരിച്ച് അതിന് പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മൾ ചീർപ്പാണ് മോൾഡ് ഉപയോഗിക്കുന്നത്. ചീർപ്പിൻ്റെ മോൾഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചീർപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ആ ഗ്രാനുവൽസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അച്ചിലെ 4 പീസാ 5 പീസാ 6 പീസാ മെഷീൻ്റെ വോളിയം അനുസരിച്ച് നമ്മൾ പീസ് വെക്കും. ഇതിപ്പോൾ 4 പീസ് വരുന്ന മെഷീനാണ്. അപ്പോൾ കളറും ഗ്രാനുവൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കളറിൽ നമ്മൾ ബ്രാൻഡ് നെയിം ഏതാണ് ആ നെയിമിൽ നമുക്ക് സാധനം അടിച്ചു കിട്ടും. ഇതിലിപ്പോൾ കളർ മിക്സ് ചെയ്തത് നമ്മൾ മാസ്റ്റർ ബാച്ച് ഗ്രാനുവൽസ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഹീറ്റ് നമ്മൾ ഹീറ്റ് 200 റേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോൾഡ് മെഷീൻ ഓണാക്കണം. ഓണാക്കിയിട്ട് ആ മോൾഡ് എന്താ വെച്ചിരിക്കുന്നത് അതേ പ്രൊഡക്ഷൻ നമുക്ക് വരും. അപ്പോൾ ഇതിൽ ചീർപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചീർപ്പിൻ്റെ ആയ പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടുക. അത് 4 പീസിൻ്റെ 5 പീസിൻ്റെ 6 പീസിൻ്റെ ഡൈഡ് അനുസരിച്ച് അതിന് ഐറ്റം കിട്ടും. അതിന് മുകളിൽ ഓൾറെഡി സ്പടിക എന്നുള്ള പേര് എഴുതി വരും. നമ്മുടെ ബ്രാൻഡ് നെയിം സ്പടിക കാരണം സ്പടിക എന്നുള്ള പേരിൽ എഴുതി വരും. അത് സിംഗിൾ കളർ മെഷീൻ ആണെങ്കിൽ ഒരേ കളറും, ഡബിൾ കളർ മെഷീൻ ആണെങ്കിൽ 2 കളറായിട്ടും പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും നമുക്ക്. ഇത് സ്പടിക കോമ്പിൻ്റെ നല്ല ഡബിൾ കളർ കോമ്പാണ് അധികം ചിലവാക്കുന്നത്. അത് ഡബിൾ കളർ കോമ്പ് അടിക്കുന്ന മെഷീനാണത്. ഇതിൽ ഇങ്ങനെയാണ് വരിക. 2 കളറായിട്ട് വരും. ഒരു മെഷീനിൽ 2 കളർ ഇട്ടിട്ട് ആ 2 കളറ് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡിസൈനായിട്ട് ഫ്ലവർ ടൈപ്പ് പോലെ വരും. അങ്ങനത്തെ അടിക്കുന്ന മെഷീനാണിത്. അപ്പോൾ ഇതിലാണ് മാജിക് കോമ്പ് അടിക്കുന്നത്. സ്പടിക മാജിക് കോമ്പ് ഇതിലാണ് അടിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ മെഷീൻ്റെ വെൽസനുസരിച്ച് ഇതിൽ 8 ക്യാവിറ്റിയാണ് അടിക്കുന്നത്. 8 ക്യാവിറ്റി കോമ്പ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ കളറ് ബാർബർ കോമ്പ് വരുന്നത് ഈ മെഷീനിലാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ പ്രീമിയം ലേഡീസ് കോമ്പ് ഈ മെഷീനിൽ അടിക്കുന്നത്. ഇതിൽ മോൾഡ് മാറ്റുന്നതനുസരിച്ച് സ്പടികത്തിൻ്റെ പല ഐറ്റംസും മാറി അടിക്കുന്നുണ്ട്. അതുപോലെ ആങ്കർ അടിക്കുന്നുണ്ട്, ക്ലിപ്പ് അടിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ മെഷീനിലാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ ചീർപ്പ് കൂടാതെ നമ്മൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അടിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലോത്ത് ക്ലിപ്പ് അടിക്കുന്നുണ്ട്. അത് സ്പടിക എന്നുള്ള പേരിൽ തന്നെ ക്ലോത്ത് ക്ലിപ്പ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആങ്കർ സ്പടികത്തിൻ്റെ പേരിൽ തന്നെ ഡബിൾ കളർ ആങ്കർ. സാധാരണ നമ്മൾ കേരളത്തിലുള്ളത് സിംഗിൾ കളർ ആങ്കറാണ്. ഇത് ഡബിൾ കളർ ആങ്കറാണ്. അതിന് ക്ലിപ്പും ഡബിൾ കളറായിട്ടാണ് ഇറങ്ങുന്നത്. അതുപോലെ നമ്മുടെ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ എന്ന് പറയാം, പ്ലേറ്റിൽ വെക്കാൻ വേണ്ടി ഒരു ബ്യൂട്ടി കിച്ചൺ സ്റ്റാൻഡ്. നമ്മൾ പ്ലേറ്റ് വെക്കുന്ന അടുക്കളയിൽ പ്ലേറ്റ് വെക്കണത് ഒരു ഡബിൾ കളർ സ്റ്റൈലിൽ ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഐറ്റംസ്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് ലേഡീസെ പാക്ക് ചെയ്ത് ഫിനിഷ് ആകുമ്പോൾ ഈ മോഡൽ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുക. കേരളത്തിലിപ്പോൾ എല്ലാ ജില്ലകളിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ ഐറ്റംസ് എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട്. അതിൽ സിംഗിൾ കളർ സ്പടിക, സാധാ മാജിക്, ആങ്കർ, ക്ലോത്ത് ക്ലിപ്പ്, പിന്നെ നമ്മുടെ മാസ്റ്റർ പ്രൊഡക്ഷനായ കിച്ചൺ റാക്ക്. അങ്ങനെ സ്പടികത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ ഒക്കെ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്.
നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. 25 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ബാബു എന്നാണ്.